ഹലോ ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ കൺസ്ട്രക്ഷൻ ഓഫ് ക്വാഡ്രിലാറ്ററൽ എന്ന ചാപ്റ്ററിലെ നെക്സ്റ്റ് ടോപ്പിക്കാണ് ഇന്ന് എടുക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചതുരം വരക്കാനും സമചതുരം വരക്കാനും ഒക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഇനി നമ്മൾ നെക്സ്റ്റ് എന്താ പഠിക്കാൻ പോകുന്നത്? സാമാന്തരികം എങ്ങനെ വരക്കാം, പാരലലോഗ്രാം എങ്ങനെ വരക്കാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, പാരലലോഗ്രാം പറഞ്ഞാൽ എന്തായിരുന്നു? ഇതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു? ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു വശത്തിലെ രണ്ട് കോണുകൾ കൂട്ടിയാൽ 180 കിട്ടും. അതേപോലെ തന്നെ എതിർവശങ്ങൾ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? സമാന്തരമായിരിക്കും. ഇങ്ങനെ ഒരുപാട് പ്രത്യേകതകൾ ഉണ്ട് അല്ലേ. അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ വരക്കാൻ നോക്കാം, സമാന്തരികം എങ്ങനെ വരക്കാൻ നോക്കാം. അപ്പൊ ഇനി നമുക്ക് ഇങ്ങനെ ഒരു റോംബസ് വരക്കാൻ നോക്കാം, അതായത് സമഭുജ സാമാന്തരികം. ഇത് സിമ്പിൾ ആണ്, നമുക്ക് എല്ലാം തന്നിട്ടുണ്ട്. ഡ്രോ എ റോംബസ് വിത്ത് സൈഡ്സ് 4 cm ആൻഡ് ആംഗിൾസ് 60 ഡിഗ്രി ആൻഡ് 120 ഡിഗ്രി. അപ്പൊ നമ്മുടെ സൈഡ്സ് എത്രയെന്നാ പറഞ്ഞത്? 4 cm. അപ്പൊ നമുക്ക് 4 cm നീളമുള്ള ഒരു ലൈൻ വരക്കാം. എന്നിട്ട് നമ്മളോട് എന്താ പറഞ്ഞേ? ഒരു വശം എത്രയാണ്? 60 ഡിഗ്രി എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് 60 ഡിഗ്രിയിൽ ഒരു കോൺ എടുക്കാം, ഇതാ ഇവിടെ. എന്നിട്ട് നമുക്കത് എത്ര സെൻറ്റിമീറ്ററാ? 4 cm ആക്കിയിട്ട് വരക്കാം കേട്ടോ. ഓക്കെ, 4 cm ആക്കിയിട്ട് വരക്കാം. ഇനി നമുക്ക് ഈ സൈഡ് 120, ഈ സൈഡ് ചിലപ്പോൾ 120 ഞാൻ തരണമെന്നില്ല, പക്ഷെ നമുക്ക് എന്തറിയാം, രണ്ടറ്റത്തുള്ള ഒരു വശത്തിൻ്റെ രണ്ടറ്റത്തുള്ള കോണുകളുടെ സം എന്താണ്? 180 എന്നറിയാം. അപ്പോൾ നമുക്ക് 60ൻ്റെ ബാക്കി എത്രയാണ്? 120. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ 120 എന്നറിയാം. ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലെങ്കിലും നമുക്ക് അറിയാൻ പറ്റണം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെയും 4 cm അളവിൽ വരക്കാം. ഓക്കെ, ഇനി ഇത് തമ്മിൽ യോജിപ്പിച്ചാൽ നമുക്ക് നമ്മുടെ എന്തായി? റോംബസ് ആയി. സമഭുജ സാമാന്തരികം സെറ്റായി ഇവിടെ. അതായത് ഇവിടെ 4 cm, ഇവിടെ 60 ഡിഗ്രി, ഇവിടെ 120 ഡിഗ്രി, ഇവിടെയൊക്കെ 4 തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കൂ. ഡ്രോ എ റോംബസ് വിത്ത് ഡയഗണൽ 6 cm ആൻഡ് 4 cm. അപ്പോൾ നമുക്കിവിടെ സൈഡിൻ്റെ അളവ് തന്നിട്ടുണ്ടോ? ഇല്ല. ഒരു വശം അത്രയും തന്നിട്ടില്ല അല്ലേ. വികരണത്തിൻ്റെ അളവല്ലേ തന്നിട്ടുള്ളൂ. അപ്പോൾ നമ്മളിതെങ്ങനെ വരയ്ക്കാൻ നോക്കാം. ആദ്യം 6 cm ആയിട്ട് നമ്മൾ ഡയഗണലായിട്ട് ഒരു ലൈൻ വരയ്ക്കാം. 6 cm കേട്ടോ, 6 cm ഡയഗണലായിട്ട് ഒരു ലൈൻ വരച്ചു. ഓക്കെ അല്ലേ. ഇനി നമ്മൾ ഇതിന് ലംബ സമഭാജി കാണണം. ലംബ സമഭാജി എങ്ങനെയായിരുന്നു കാണല്? നമ്മൾ കോമ്പസ് എടുത്തിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കർവ് വരക്കൂലേ. കർവ് വരച്ചിട്ട് ഇതാ താഴെയും മുകളിലും കൂടെ കൂട്ടിമുട്ടുന്ന ഈ ലൈന് തമ്മിൽ നമ്മൾ ജോയിൻ ചെയ്യിക്കും. എന്നിട്ട് ഇതാണ് ഇപ്പോൾ ലംബ സമഭാജി. എന്നിട്ട് ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മുടെ മറ്റേ ഡയഗണല് 4 cm ആണല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്? വികരണം 4 cm ആണല്ലോ പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താക്കാം, ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത്? ഒരു റോംബസിന്റെ രണ്ട് വികരണങ്ങൾ തമ്മിൽ സമഭാജികളായിരിക്കുന്നത്. അതായത് വികരണത്തിന്റെ സെന്റർ കൂടെ പോവാന്ന് പറഞ്ഞില്ലേ. അപ്പൊ നമ്മൾ ഈ ഒരു വികരണത്തിന്റെ സെന്റർ കൂടെ അല്ലേ ഈ മറ്റൊരു വികരണം, ഈ വികരണം പോവാ അല്ലേ. ഈ ഒരു 6 cm നീളമുള്ള ഈ ഒരു വികരണത്തിന്റെ സെന്റർ കൂടെ അല്ലേ ഈ ഒരു 4 cm ഉള്ള വികരണം പോവാ. അതുപോലെ തന്നെ ഈ 4 cm, ടോട്ടൽ 4 cm നീളമുള്ള ഈ ഒരു വികരണത്തിന്റെ സെന്റർ കൂടെ അല്ലേ ഈ 6 cm പോവാ. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ 2, ഇവിടെ 2 ആയിരിക്കും അല്ലേ. അപ്പൊ നമുക്കത് 2 = 2 ആക്കിയിട്ട് നമുക്കതിനെ വിഭജിക്കാം. ഓക്കെ, മനസ്സിലായോ? ഇത് ടോട്ടലാണ് 4, ഇവിടെ 2, ഇവിടെ 2, ഇവിടെ 2ഉം ഇവിടെ 2 ആണ് വരിക. ഓക്കെ അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 2 വികരണങ്ങൾ കിട്ടി. ഇനി ഇത് തമ്മിൽ യോജിപ്പിച്ചാൽ പോരെ അല്ലേ. ഇത് തമ്മിൽ യോജിപ്പിച്ചാൽ മതി. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഒരു റോംബസ് കിട്ടും. എന്തായി? ഇവിടെ 6 cm ആയി, ഈ ഒരു ഡയഗണൽ 6 ആയി, ഈ ഒരു ഡയഗണൽ 4 ആയി. അപ്പം 4 cm 6 cm നീളമുള്ള ഡയഗണൽ നമ്മൾ വരച്ചല്ലോ. ഓക്കെ, അപ്പൊ നമ്മൾ ഇതുവരെ എന്ത് പഠിച്ചു? പാരലലോഗ്രാമിനെ എല്ലാ വശവും തുല്യമായിട്ടുള്ള പഠിച്ചു അല്ലേ. അതായത് സമഭുജ സാമാന്തരികമാണ് പഠിച്ചത്. ഇനി നമുക്ക് വ്യത്യസ്ത
വശങ്ങളിലുള്ള പഠിച്ചു നോക്കാം. അതായത് അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ വിത്ത് സൈഡ് 6 and 4 ആൻഡ് ആംഗിൾ 60 ഡിഗ്രി ആൻഡ് 120 ഡിഗ്രി. അപ്പോൾ നമ്മൾ ആദ്യം 6 ഡിഗ്രി അളവിലൊരു ലൈൻ വരയ്ക്കാം. ഓക്കെ, 6 ഡിഗ്രി അളവിലൊരു ലൈൻ വരച്ചു. പിന്നെ നമ്മൾ പ്രൊട്രാക്ടർ ഉപയോഗിച്ചിട്ട് 60 ഡിഗ്രി ഇവിടുന്ന് അളന്നു. 60 ഡിഗ്രി അളന്നു. അതുപോലെ തന്നെ ഇവിടെ 120 ഡിഗ്രി അളന്നു. ഇനി നമുക്ക് നേരിട്ട് ഇങ്ങനെ വരക്കാം. ഇങ്ങനെ സ്കെയിൽ ഉപയോഗിച്ച് നേരിട്ട് നമുക്ക് വരക്കാം. അതുപോലെ തന്നെ ഇവിടെയും വരക്കാം. എങ്കിലും നമ്മളൊരു കറക്റ്റ്നെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ കോമ്പസിൽ നമ്മുടെ 4 ഡിഗ്രി എടുക്കും. 4 സെൻറ്റിമീറ്റർ അളവെടുക്കുക. ഓക്കെ, 4 സെൻറ്റിമീറ്റർ അളവെടുത്തിട്ട് ഇവിടെ നിന്നും ഇവിടെ ഇങ്ങോട്ട് ഇങ്ങനെ വരക്കുക. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ടും വരക്കുക. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു പോയിന്റിനെ നമ്മുടെ ഇവിടെ അല്ലേ 4 സെൻറ്റിമീറ്റർ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് യോജിപ്പിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഇങ്ങോട്ട് യോജിപ്പിക്കുക. അപ്പോൾ നമുക്ക് എന്തായി? ഇവിടെ 4 സെൻറ്റിമീറ്റർ ആയി, ഇവിടെ 4 സെൻറ്റിമീറ്റർ ആയി, ഇവിടെ 6 ആയി, ഇവിടെ 60 ഡിഗ്രി ആയി, ഇവിടെ 120 ഡിഗ്രി ആയി. ഇനി നമുക്ക് എന്ത് വേണം? ഇത് കൂട്ടി യോജിപ്പിക്കണം അല്ലേ? നമ്മൾ എന്ത് ചെയ്യണം? നേരിട്ട് ഇങ്ങനെ യോജിപ്പിച്ചാൽ മതി. ഓക്കെ, അങ്ങനെ യോജിപ്പിച്ചാൽ നമുക്ക് എന്തായി? നമ്മുടെ പാരലലോഗ്രാം വിത്ത് സൈഡ് 6 and 4 ആൻഡ് ആംഗിൾ 60 ഡിഗ്രി ആൻഡ് 120 ഡിഗ്രി ആയി. ഓക്കെ അല്ലേ?